Hello guys, welcome back to my YouTube channel. Soft voice, strong soul, infinite spark. Welcome to Midnight Spark. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടന്ന് വീണ്ടും റീൽസ് ചിത്രീകരണം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ജസ്ന സലീം. ഇവരെ മുസ്ലിം എന്ന് വിളിക്കണോ ഹിന്ദു എന്ന് വിളിക്കണോ എന്ത് മതമാണ് ഇവർക്ക് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യകാലങ്ങളിൽ ഈ ഒരു ജസ്ന സലീം തനി മുസ്ലിമായിട്ട് തട്ടമൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിന് അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി ഒരു വീട് വരെ വെച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ നിന്ന് പോയപ്പോ സ്വന്തം മതത്തെ തന്നെ, അതായത് മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മതത്തെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ കുറെ വിമർശനങ്ങൾ ഉണ്ടാക്കി, അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കി, അങ്ങനെയും കുറെ പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ആ ഒരു ഹൈപ്പും കെട്ടടങ്ങി കഴിഞ്ഞപ്പം അവര് വേറൊരു കാര്യം കണ്ടുപിടിച്ചു. ഗുരുവായൂർ അമ്പലത്തിലുള്ള ശ്രീകൃഷ്ണന്റെ പല പല ചിത്രങ്ങളെല്ലാം വരച്ച് താൻ ഒരു കൃഷ്ണ ഭക്ത കൂടിയാണ് എന്നുള്ള വ്യാജേന അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഒരുപാട് പേരുടെ കയ്യടി നേടി. അങ്ങനെയാണ് ഈ ഒരു ജസ്ന സലീമിനെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. അതായത് ഒരു മുസ്ലിം യുവതി ഹിന്ദു ദൈവത്തിന്റെ പടം വരച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഫേമസ് ആയിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ ഇവരുടെ ഓരോരോ തന്ത്രങ്ങളായിരുന്നു. സോഷ്യൽ മീഡിയയിലെ റീച്ച് കുറയുമ്പോൾ ആ ഒരു റീച്ച് എങ്ങനെയെങ്കിലും സ്വന്തമാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ അവർ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു മുസ്ലിം മതത്തിലെ വീഡിയോസ് ഒക്കെ ഇട്ട്, അത് കഴിഞ്ഞ് മുസ്ലിം മതത്തെ തള്ളിപ്പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇട്ടു, അത് കഴിഞ്ഞ് ഒരു ഹിന്ദു ദൈവത്തെ കൂട്ടുപിടിച്ച് ആ ഒരു ദൈവത്തിന്റെ പടങ്ങളെല്ലാം വരച്ച് അതിലൂടെ കുറെ ഹിന്ദു ആൾക്കാരുടെ മനസ്സ് കവർന്ന് അങ്ങനെ ആ ഒരു റീച്ച് പിടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം റീച്ച് ഒന്നും ഇല്ലാതിരുന്നപ്പം അവർ കണ്ടെത്തിയ പുതിയ വഴിയാണ് റീൽസ് ചിത്രീകരണം. അതും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ള ഈ ഒരു ഗുരുവായൂർ അമ്പലനടയില് ഒരു കാരണവശാലും റീൽസ് ചിത്രീകരിക്കരുത്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. ആ ഒരു ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു റീൽസ് ചിത്രീകരിച്ചിരുന്നു. അതിന്റെ കാര്യത്തെ തുടർന്ന് ഗുരുവായൂര് ശുദ്ധി കലശം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ കാര്യം അവിടെ നടത്തിയത് ഈ ഒരു റീൽസ് ചിത്രീകരണത്തെ തുടർന്നുകൊണ്ടാണ്. അതായത് ഒരു അന്യമതസ്ഥയായിട്ടുള്ള പെൺകുട്ടി അവിടെ വന്ന് ക്ഷേത്രത്തിൽ കയറി അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ കാല് നനച്ചു എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ശുദ്ധി കലശം വരെ അവിടെ നടത്തിയത്. അത് മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയുമായിരുന്നു. അപ്പോ എന്തായാലും ഈ ഒരു ജസ്ന സലീം ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാവാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പം 24 മണിക്കൂറും ഫോൺ കയ്യിലുണ്ടാകും, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാകും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ജാസ്മിൻ ജാഫറിന്റെ ഗുരുവായൂർ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ള കാര്യവും ഈ ഒരു ജസ്ന സലീം എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോ ആ ഒരു തെറ്റ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ സോഷ്യൽ മീഡിയ റീച്ച് കുറഞ്ഞു. സോ കേസ് വന്നാലും കൂട്ടം വന്നാലും ഒരു കുഴപ്പവും എനിക്കില്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് മാത്രം കിട്ടിയാൽ മതി, അതിലൂടെ എനിക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരൊറ്റ മനോവിചാരം കൊണ്ട്, ഒറ്റ ചിന്താഗതി കൊണ്ട് മാത്രമാണ് ഈ ഒരു ജസ്ന സലീം എന്ന് പറയുന്ന പെർട്ടിക്കുലർ വ്യക്തി ഈ ഒരു എല്ലാ കാര്യങ്ങളും മറികടന്നുകൊണ്ട് ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കാരണം. അതായത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയും റീച്ചില്, അതായത് തന്റെ വീഡിയോ എടുത്ത് തന്റെ പേര് പറഞ്ഞ് 4 പേര് റിയാക്ട് ചെയ്യുന്ന തരത്തില് ഒരു കാര്യം ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു പോയ റീച്ച് കുറച്ച് നാളത്തേക്കും കൂടി മുൻപോട്ട് കിട്ടുള്ളൂ എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള മെസ്സേജുകളും കാര്യങ്ങളും പബ്ലിക്കിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരിങ്ങനെ ഈ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടെടുത്തിട്ടിട്ട് അതിന്റെ പേരില് ഓരോരോ വൃത്തികേടുകൾ കാണിച്ചിട്ട് അതിന്റെ പേരില്
ഈ ഒരു പ്രഹസനം കാണിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ജാതിയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം തുപ്പുന്നത്? എന്തിനാണ്? റീച്ചിന് വേണ്ടിയാണോ? എങ്കിൽ അതൊരു വളരെയധികം വൃത്തികെട്ട കാര്യമല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ നല്ല രീതിയിൽ മാന്യമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ചിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, അതായത് തന്നെ ഫോളോ ചെയ്യുന്ന ഇത്രയും അധികം ആളുകൾ ഉണ്ടെങ്കിൽ താൻ ചെയ്യുന്ന കാര്യം ഇൻസ്പയർ ആക്കി എടുക്കാനും അവർക്ക് ഒരു മടിയും കാണില്ല. സോ നമ്മൾ നല്ല രീതിയിൽ നല്ല മെസ്സേജുകളായിരിക്കണം അവർക്ക് നമ്മളെ കാണുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തികൾക്ക് നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ കൊടുക്കേണ്ടത്. പക്ഷേ ഒരാൾ ചെയ്തു പോയ തെറ്റ്, യെസ്, ജാസ്മിൻ ജാഫർ അവിടെ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചപ്പോൾ അതിന്റെ പേരിൽ കേസ് വന്നപ്പോഴും ശുദ്ധീകരണം ചെയ്തപ്പോഴും ജാസ്മിൻ ജാഫർ വന്ന് മാപ്പ് പറഞ്ഞിരുന്നു, എനിക്ക് ഈ ഒരു കാര്യം അറിയില്ല എന്നുള്ളത്. യെസ്, അതൊരു പക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷെ കുറച്ച് മാസങ്ങളുടെ ഡിഫറൻസിലൂടെ ഈ ഒരു ജസ്ന സലീം അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോ അതിന് മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും, അതായത് ഹിന്ദു മതസ്ഥരെ തമ്മിലടുപ്പിക്കാനും അവരുടെ ആ ഒരു വിലയേറിയ സമയങ്ങള്, അതായത് തങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും, അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ സമയവും പണവും എല്ലാം ചിലവഴിച്ചുകൊണ്ട് ഇവരിവിടെ വരുമ്പോ ഇങ്ങനെയുള്ള ആളുകളുടെ ഓരോരോ പ്രഹസനങ്ങൾ കാണുമ്പോൾ അവർക്ക് അവരുടെ മതത്തിനോട് തന്നെ ഒരു എന്താ പറയാ നെഗറ്റീവ് ഫീലിംഗ് വരും, ഇവിടെ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളത്. സോ മതപരമായിട്ട് ഒരു രീതിയിലും നമുക്ക് ഇതിനെയൊന്നും മുന്നോട്ട് നല്ല രീതിയിലല്ല ഈ ഒരു സംഭവങ്ങളൊന്നും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ ഗുരുവായൂർ അമ്പലത്തില് ഇത്രയും വലിയ അമ്പലം, ഇത്രയും വലിയ ജനക്കൂട്ടങ്ങൾ വരുന്ന അമ്പലം, ഇവിടെ ഒരു പോലീസോ സെക്യൂരിറ്റി ഒന്നുമില്ലേ? ഒരു പെർട്ടിക്കുലർ വ്യക്തി വന്ന്, അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്നിട്ട് ഇത്രയധികം ആംഗിൾസില് വീഡിയോസ് ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ഈ സെക്യൂരിറ്റിയോ പോലീസോ ഒന്നും ഇത് കാണാറില്ലേ? എനിക്ക് ജാസ്മിൻ ജാഫർ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച സമയത്തും എനിക്ക് ഇത് തോന്നിയെന്നുള്ള ഡൗട്ടായിരുന്നു. അതായത് ഒരു വ്യക്തി വന്നിട്ട് ഒരു ആംഗിളിൽ വീഡിയോ എടുക്കുകയല്ല ചെയ്യുന്നത്, അവര് പല പല ആംഗിൾസിൽ വീഡിയോ എടുക്കുമ്പോൾ ക്ലോസപ്പും വൈഡും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിന് അത്യാവശ്യം സമയം പിടിക്കും, അത്യാവശ്യം എന്താ പറയാ ആളുകൾ അത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു സെക്യൂരിറ്റിയോ പോലീസോ ഒന്നും ഇത് കാണാറില്ലേ? ചിത്രീകരിച്ചു കഴിഞ്ഞ് ആ റീല് പോസ്റ്റ് ആക്കി ഇടുമ്പോഴാണോ, ആളുകൾ അതിനെ കുറിച്ച് പറയുമ്പോഴാണോ നിങ്ങൾക്കും ബോധം വരുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തവരോട് ചോദിക്കുകയാണ്, അതൊന്നും നോക്കാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആരും ഇല്ലേ? ഭക്തരെ മാത്രം നോക്കാനേ ഉള്ളൂ. ഇങ്ങനെ റീൽ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി പോലും തടവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്യാവശ്യം ഉത്തരവാദിത്തം ഇല്ലേ? അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്ന് ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് നിങ്ങൾക്ക് നോക്കാനായിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ? ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ഒരു സംഭവം അറിയാറുള്ളത്? അന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, ഇന്നും ഈ ഒരു ജസ്ന സലീമിന്റെ കാര്യം വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണിത്. എന്തായാലും ഈ ഒരു കാര്യത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരാള് ചെയ്തത്, അതായത് ജാസ്മിൻ ജാഫർ അന്ന് ചെയ്തത് തെറ്റുപറ്റി പോയതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ ഒരു ജസ്ന സലീം ചെയ്തത് ഒരിക്കലും തെറ്റുപറ്റിപ്പോയതല്ല, അവരിവിടെ മനഃപൂർവ്വം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കോടതി മുഖേന അതിൻ്റെതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള പ്രഹസനങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ കാണേണ്ടി വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇന്നെല്ലാവരും റീച്ചിന് വേണ്ടി അലയാണ്, റീച്ചിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ, എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിലൂടെ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യമാണ് ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. സോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. സോ എന്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.